ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ മുഖത്ത് ഇത്ര സന്തോഷം ഉണ്ടെങ്കിലും സത്യത്തിൽ ഇത്ര സന്തോഷമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളെ അർജൻറ്റീന പാസ് സ്പെയിനിൻ്റെ കളി ഇന്നലെ രാത്രിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കളി ഫുള്ള് കണ്ടു കേട്ടോ. 12:30 ഒരു 11:45 നമ്മൾ കടന്നിട്ട് ഇങ്ങോട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 12:30 ആയിട്ട് ഒന്നുകൂടെ ഉറങ്ങി. പിന്നെ ഒരു 2 മണിയായിട്ട് ഞാൻ നീറ്റിട്ട് പിന്നെ കളി കണ്ടു കേട്ടോ. എന്താ പറയുക, നമുക്ക് എൻ്റെ കാക്കൊക്കെ ആണെങ്കിലോ ഫുള്ള് ട്രോൾ തന്നെയാണ് കേട്ടോ. എന്താ പറയുക, ഗ്രൂപ്പൊന്നും ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ അവസാന നിമിഷത്തിലാണ് ശരിക്കും അവർ എത്രയും 3 മിനിറ്റ് 4 മിനിറ്റ് സമയം ഉണ്ടാകുമ്പോൾ അവർ കളിക്കന്നെ ചെയ്തിരിക്കണത്. ഞാൻ ഈ വ്ളോഗിൽ പറഞ്ഞ് പിന്നെ നിങ്ങളോട് പറയാണ്, ഞാൻ ഒരു കളി കാണുന്ന ഒരാളാണ്, എനിക്ക് കളിനോടൊക്കെ താല്പര്യമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ ഏതൊരാൾക്കും ഇതിനെക്കുറിച്ച് വിവരമില്ലാത്തവരൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഓരോരുത്തരെ ഇഷ്ടം ഉണ്ടാവും. അങ്ങനെ ഓരോ എന്താ പറയുക, അർജൻറ്റീന അല്ലെങ്കിൽ ബ്രസീൽ, പോർച്ചുഗൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇനി ഇതുവരെ ഉണ്ടായ കളിയിലൊക്കെ അവസാന നിമിഷത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ 2 ഗോളൊക്കെ അടിച്ചത്. അങ്ങനെ അവസാന നിമിഷത്തിൽ പിന്നെന്താ പറയുക, നമ്മൾ ഓല് കുറേ ഗോൾ അടിക്കുന്നുണ്ട്. അത് നമ്മളെ ഗോൾ കീപ്പറുടെ ആ ഒരു എന്താ പറയുക, ഒരു കഴിവിനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഒരുപാട് വട്ടം ഗോൾ അടിക്കണത് എന്താ പറയുക, തടഞ്ഞ് നിർത്തിയിട്ട് ആ ഗോളൊന്നും എന്താ പറയുക ഗോളല്ലാതാക്കി മാറ്റാൻ നല്ലൊരു കഴിവ്. അത് നമ്മളെത്ര ഒരു അഭിനന്ദിക്കേണ്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു ഗോളടിച്ച്, പക്ഷെ അവസാന നിമിഷത്തിൽ പക്ഷെ എനിക്കൊരു എന്താ പറയുക ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗോളെങ്കിലും അടിക്കും എന്നുള്ളൊരു മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, നടന്നില്ല. അവസാന നിമിഷത്തിൽ അവർ കളി തുടങ്ങിയത്. ആ കളി തുടങ്ങിയപ്പോൾ തന്നെ 2-3 വട്ടമൊക്കെ ഒരു ഗോളിൻ്റെ ഒരു സൈഡ് ഒരു ഒരു ഏകദേശം ആ ഒരു ഇതിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അത് പിന്നെ ജസ്റ്റ് മിസ്സായി. അങ്ങനെ എനിക്കിങ്ങനെ തോന്നുന്നു, എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് മുതലേ ഈ ഒരു അവസാന നിമിഷത്തിൽ ഗോൾ അടിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് കളി തുടങ്ങിക്കണമെങ്കിൽ ഒന്നെങ്കിൽ കിട്ടുക അല്ലെങ്കിൽ പോകും. പക്ഷെ അവർ ഫസ്റ്റ് ഒന്നും കളി എന്താ പറയുക അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ പന്തൊട്ട് കിട്ടുകയും ചെയ്തില്ല. എന്തായാലും ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നലെ എന്നിട്ട് ഒരു ഉറക്കം തന്നെ വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ കടന്നല്ലാതെ ഉറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ അതാ പറഞ്ഞ് എന്താ പറയുക, സന്തോഷമുണ്ട് സങ്കടമുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിന്ന് കല്യാണം ഉണ്ട് കേട്ടോ. പാലൂരാണ് കല്യാണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിനുക്ക് പണിയൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഉറങ്ങുകയേ ചെയ്തിട്ടില്ല. പിന്നെ രാവിലെ നമ്മൾ നല്ല പത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് പിള്ളേർക്ക് പത്തിരിയൊക്കെ കൊടുത്ത്, പത്തിരി പഞ്ചാരയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മുട്ടക്കറി ഇന്നലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പഞ്ചാരയും പത്തിരിയും കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ ഉമ്മ എന്താ പറയുക, എൻ്റെ മേക്കപ്പിന് ടൈം എന്താ പറയുക 10:30 മേമ വരുമെന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. മേമ പറഞ്ഞത് നാത്തൂനാണ്, എൻ്റെ നാത്തൂൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മേമ വരുമ്പോഴത്തേന് 10:30 പറഞ്ഞ എന്താ പറയുക, ആ ടൈമിൽ എൻ്റെ കയ്യില്ല പറഞ്ഞിട്ട് ഉമ്മ അടിച്ചോരി തന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ടായിരുന്നു കേട്ടോ. എന്നാൽ തന്നെ ഞാൻ വേഗം അടിച്ചോരി കൊടുത്തു. എന്നിട്ട് പിന്നെ കുട്ടികളെ കുളിപ്പിച്ച് കൊടുത്തു. കുട്ടികളെ മാറ്റി കൊടുത്തു കേട്ടോ. ഓലെ രണ്ടാളും ഇങ്ങോട്ട് സെറ്റാക്കിയിട്ട് ഡ്രസ്സും മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് എന്താ പറയുക, പിന്നെ എനിക്ക് സമാധാനത്തോടെ ഇരുന്ന് മാറ്റാമല്ലോ. ഞാൻ എപ്പോഴും ഓലായിട്ട് മാറ്റി കൊടുക്കും, എന്നിട്ട് ഞാൻ മാറ്റാൻ നിൽക്കുക. കാരണം എൻ്റെ മാറ്റലിന് എത്ര ടൈം എടുക്കാമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. എന്നാൽ തന്നെ ഞാൻ വേഗം ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും കൺമഷിയും അതിൻ്റെ ഇടയിൽ കൂടെ ഈ വീഡിയോ എടുക്കലും ഒക്കെ കൂടി ഞാൻ ധൃതിയിൽ ഇങ്ങോട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം അതിന് ഏകദേശം 10:30 കഴിഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി 10:30 എന്തായാലും വരൂല, പിന്നെ എന്തായാലും ഒരു കുറച്ച് വയ്ക്കുമെന്ന് കേട്ടോ. പിന്നെ മേമയും തന്നെ എനിക്ക് മാറ്റാനും എന്നോട് 10:30 എന്ന് പറഞ്ഞാലുള്ളൂ ഞാൻ 10:30 മാറ്റുള്ളൂ. 11 മണിക്ക് എന്ന് പറഞ്ഞാൽ ഇനി 11:30 11:45 ആവും. അപ്പം എന്നോട് അങ്ങനെ പറഞ്ഞാൽ തന്നെ ഉള്ളൂ ഞാൻ കറക്റ്റ് എന്താ പറയുക ആ ടൈമിൽ മാറ്റി നിൽക്കുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മ അങ്ങനെ പറയുന്നുണ്ട്, എന്താ എൻ്റെ കഴിയൂല എന്താ പറയുക, ഓല് വരും കേട്ടോ. ഞാനപ്പോൾ ധൃതിയിൽ ഇങ്ങനെ വേഗം ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിരിക്കണത്. അതിക്ക് നല്ലൊരു കമ്മലൊക്കെ ഇട്ടിട്ട്, താത്താടെ കമ്മലാട്ടോ. കുറേ ഓളത്തിന് എന്നോ നമ്മൾ മലങ്കരിത്തെ കല്യാണത്തിന് പോകുമ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അത് ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല. അത് എല്ലാ ഐറ്റംസും അങ്ങനെ കേട്ടോ. ഓളടുത്ത് ഇങ്ങോട്ട് വാങ്ങും, പിന്നെ ഇങ്ങോട്ട് എന്താ പറയുക കൊടുക്കാനൊരു മടിയാണ് കേട്ടോ. അത് പിന്നെ നമ്മളെ താത്തയല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി നല്ല വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് നല്ല മാങ്ങയും വത്തക്ക ജ്യൂസൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചിട്ട് നല്ല മന്തിയും ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മന്തിയും ബീഫ് ബിരിയാണി നല്ല
അടിപൊളി ആ മാങ്ങച്ചാറാണ് കേട്ടോ. ഒരു രക്ഷയില്ല പറഞ്ഞറിയിക്കാൻ. ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ എടുത്ത് കഴിച്ചു. പിന്നെ ബീഫ് ബിരിയാണി ടേസ്റ്റ് നോക്കണമെന്ന് കരുതിട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, അപ്പത്തിന് ഏകദേശം വയറ് നിറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നീച്ചു പോന്നു കേട്ടോ. പിന്നെ ഷേസ് ബേബി ഇതാ ഭയങ്കര ഹാപ്പിയിലാട്ടോ. നമ്മൾ ഫുഡ് കഴിഞ്ഞ് കുറച്ച് പോപ്കോണും കുറച്ച് ചെറിയ ചെറിയ ജിലേബിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കഴിച്ചു. റൈ ബേബിക്ക് ഇങ്ങോട്ട് എന്താ പറയുക, ഫുഡ് തന്നെ വേണ്ട കേട്ടോ. ഈ പോപ്കോൺ ആ സൈഡ് കണ്ട പിന്നെ ഫുഡ് കഴിക്കുക ഇല്ല. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫുഡ് എന്താ പറയുക കഴിച്ചിട്ട് ഞാൻ അമ്മച്ചി അത് വാങ്ങാൻ പോട്ടെ പറഞ്ഞിട്ട് ഓനായതിന് പോയിട്ട് 1, 2, 3 വട്ടമൊക്കെ അത് കഴിച്ചുകൊണ്ട് കേട്ടോ. പിന്നെ ഇതാ ഷേസ് ബേബി അത് കഴിക്കാൻ കേട്ടോ. പിന്നെ നാത്തൂൻ്റെ സെമിയാൻ്റെയും അങ്ങനെ താത്താരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എന്താ പറയുക, ഈ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കല്യാണം, ഞാൻ പറഞ്ഞില്ല പാലൂര് എപ്പോഴും കല്യാണം കേട്ടോ. ഇവിടെ നമ്മളെ വീട്ടിൽ പിന്നെ എന്താ പറയുക, കല്യാണം അല്ല ഒന്നുമില്ല. നമ്മൾ എന്താ പറയുക വീടിൻ്റെ ഉള്ളിൽ കുത്തിരിക്കാന്നല്ലാതെ പുറത്തേക്ക് ഒരു അഡ്രസ്സും ഇല്ല കേട്ടോ. പാലൂർ വീട്ടിലാണെങ്കിൽ ഡെയിലി ഡെയിലി ആഴ്ചയിൽ ആഴ്ചയിൽ നമുക്ക് കല്യാണം ആക്കാരം. അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു ഏകദേശം ഒരു 3 മണി 3:15 ആയപ്പോൾ നമ്മൾ റിട്ടേൺ പോന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു കല്യാണം കൂടുക അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മൂഡ്, എനിക്കതൊക്കെ ഒരു ഹാപ്പിനെസ് ആണ്. കല്യാണത്തിന് പോവുക, ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ഒരു ഹാപ്പിനെസ് ആട്ടോ. പക്ഷെ കാക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കാക്കുണ്ടെങ്കിൽ പിന്നെ ഡെയിലി എൻ്റെ മൂഡ് മാറിയാൽ കാക്കുവിനെ അറിയാം. അപ്പോൾ പിന്നെ കാക്കു എന്നെ പുറത്ത് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക, എനിക്കിഷ്ടമാണ് പുറത്തേക്ക് പോകണമെന്ന് കാക്കുവിനെ അറിയാം. അപ്പോൾ കാക്കു എന്നെ കൊണ്ടുപോകും. പക്ഷെ ഇപ്പോൾ കാക്കു പോയിട്ട് 8, 9 മാസമായിട്ട് നമ്മൾ ശരിക്കും എന്താ പറയുക ഒറ്റപ്പെട്ട പോലെയാണ്. നമ്മളെ എന്താ പറയുക ഒരു എവിടേക്കും പുറത്തേക്കൊന്നും പോവാതെ പെരയിൽ ഒതുങ്ങി കൂടിയൊരു അവസ്ഥയാണ് കേട്ടോ. അത് നല്ലൊരു ചായ കുടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.